സുസുക്കി വീസ്ട്രോം 250 SX ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്യുവൽ ഓൺ ഫിക്സ് ചെയ്യാനായിട്ടുള്ളൊരു വീഡിയോ ആണിത്. സീറ്റ് അലങ്കി ഉപയോഗിച്ച് അഴിച്ച് മാറ്റിയതിന് ശേഷം സൈഡ് ട്രിമ്മിൻ്റെ ബോൾട്ടുകളുണ്ട്, അത് അലങ്കിയാണ്, അത് റിമൂവ് ചെയ്യുക. മേളിലും താഴെ വരാമെന്നുള്ളത് സൈഡിലത്തെ ഒരെണ്ണം നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ 3 അലങ്കി ബോൾട്ടുകളും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലിപ്സ് ആണുള്ളത്. അപ്പോൾ ആ ക്ലിപ്സ് നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ച് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടത് നമുക്ക് വെളിയിലേക്ക് പോരും. സൈഡ് പാനൽ ഊരി കഴിയുമ്പം അകത്തൊരു പുഷ് ലോക്ക് പോലുണ്ട്, അത് വെറുതെ അകത്തേക്കൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അതും പോരുന്നതാണ്. ടാങ്ക് ആഡ്സിനും ക്ലിപ്പ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിന് അതും പോരും. ഒരു റിലേ ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഹോൺ കൊടുക്കുന്നത്. സോ 2 ഹോണുണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ കഴിവതും വയർ കട്ട് ചെയ്യാറില്ല, അതിന് പകരം ക്ലിപ്സാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഒരു ഫ്യൂസ് ഉണ്ട്, ഒരു റിലേ ഉണ്ട്. ബാറ്ററിയുടെ മുകളിലായിട്ട് ഞാൻ ആ ഫ്യൂസ് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒപ്പം ആ ബാറ്ററിയുടെ തന്നെ ലെഫ്റ്റ് സൈഡിൽ എർത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു സ്പേസ് ഉണ്ട്, അപ്പോൾ റിലേ അവിടെ വെക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സാധാ 4 പോയിൻ്റ് റിലേ ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് 30, 87, 86, 85 ഇതാണ് 4 പിന്നുകൾ. ഇതിനകത്തെ 2 വലിയ പിന്നുകൾ, അതായത് ആ 2 വലിയ പിന്നുകളിലെ ഒരു പിൻ എന്ന് പറയുന്നത് ബാറ്ററി എന്നുള്ള ഡയറക്റ്റ് പോസിറ്റീവ് കണക്ഷൻ ഫ്യൂസ് കഴിഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ വലിയ പിൻ എന്ന് പറയുന്നത് ഓണിലേക്ക് പോകുന്ന പുതിയ പവർ സപ്ലൈ. മുകളിലുള്ള 2 കുഞ്ഞു പിന്നുകളിനെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി ഒരു ഹോൺ വന്നിട്ടുണ്ട്. ആ ഹോണിൽ ഒരു പ്ലസും ഒരു മൈനസും വന്നിട്ടുണ്ട്. ആ പ്ലസും മൈനസും ഇതിന് കൺട്രോളിംഗ് ആയിട്ട് കൊടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പോൾ വണ്ടിയുടെ സ്വിച്ച് ഞെക്കുമ്പം നമ്മുടെ മുകളിലത്തെ ആ 2 ചെറിയ പിൻസ്, അതായത് സ്വിച്ചിങ്, അത് സ്വിച്ച് ചെയ്യുകയും നമ്മളുടെ ബാറ്ററി എന്നുള്ള ഡയറക്റ്റ് കണക്ഷൻ ആദ്യത്തെ പിന്നിൽ വന്നിട്ട് രണ്ടാമത്തെ പിന്ന് വഴി ഇറങ്ങി നമ്മുടെ ഹോണിലേക്ക് പോവുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഇതെന്ന് മാത്രമല്ല, എല്ലാ 4 പോയിൻ്റ് റിലേസും ഇങ്ങനെ തന്നെയാണ്, പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഓൾറെഡി വരുന്ന ഹോണുണ്ട്, ആ ഹോൺ അഴിക്കാൻ നല്ല പാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹോണിൻ്റെ ക്ലാമ്പ് അഴിച്ചിട്ടില്ല, ഹോൺ മാത്രം ആ സൈഡിൽ നിന്ന് അഴിച്ചെടുത്ത് ഈ ക്ലാമ്പ് തന്നെ പുതിയ ഹോണിന് യൂസ് ചെയ്യാനാണ്. ഇപ്പം വണ്ടിയുടെ ഒറിജിനൽ പവർ സപ്ലൈ ഞാൻ ഈ കൈ കാണിച്ചിരിക്കുന്നിടത്താണ് വരുന്നത്, ഹോണിലേക്കുള്ള പവർ സപ്ലൈ. അത് ഞാൻ അവിടെ നിന്ന് ഒരു ചെറിയ ക്ലിപ്പുണ്ട്, ആ ക്ലിപ്പ് വളരെ കഷ്ടപ്പെട്ട് റിമൂവ് ചെയ്ത് ഞാനിത് അകത്തേക്ക് എടുത്തിരിക്കുകയാണ്. ഈ കാണുന്ന 2 എണ്ണമാണ് ഹോണിൻ്റെ ഹോൺ ഞെക്കുമ്പോഴുള്ള പ്ലസും മൈനസും. ഇതിൽ നിന്ന് നമുക്ക് 2 കണക്ഷൻ എടുത്ത് റിലേയിൽ കൊടുക്കാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ഫീമെയിൽ ക്ലിപ്പുകളും മെയിൽ ക്ലിപ്പുകളും പിന്നെ അതിൻ്റെ സ്ലീവ് ഒക്കെ വാങ്ങിയിരുന്നു. അതെല്ലാം വയർ ആവശ്യത്തിന് ലെങ്ത് വെച്ച് കണ്ടിച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ 2 ഹോണും ഫിക്സ് ചെയ്ത് ഹോൺ റൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിവതും വ്യക്തമാകുന്ന രീതി ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് പറയാം. ഇപ്പോൾ ഈ 2 ഹോണിനും സെപ്പറേറ്റ് എർത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ആ എർത്ത് എടുത്ത് അതിൻ്റെ ക്ലാമ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച റിലേയുടെ ഒരു ഔട്ട് പറഞ്ഞിരുന്നല്ലോ, ആ ഔട്ടിൽ നിന്നുള്ള ഒരു മെയിൻ ലൈൻ, ആ മെയിൻ ലൈനിനെ ഞാൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 പ്ലസ് ആക്കി ഓരോ പ്ലസ് ഓരോ ഹോണിനും കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഇപ്പോൾ ഈ കാണുന്ന ബ്ലൂ ലൈൻ, ഈ ബ്ലൂ ലൈനാണ് നമ്മളുടെ മെയിൻ പവർ സപ്ലൈ റിലേയിൽ നിന്നും വരുന്നത്. ഇതാണ് ഫ്രണ്ടിൽ പോയിട്ട് 2 ഹോണിലേക്കും 2 ബ്രാഞ്ച് ആവുന്നത്. അതിന് താഴെ കാണുന്ന 2 കുഞ്ഞ് ലൈൻസ്, ഒരു ബ്ലൂവും ഒരു ബ്ലാക്ക്, കമ്പനി ഹോണിൽ നിന്നും വരുന്ന ലൈൻസാണ്. ആ ലൈൻസിനെയാണ് ഞാൻ നേരത്തെ കാണിച്ച റിലേയുടെ ആ 2 ചെറിയ പിന്നിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.